ഉണക്കമുന്തിരി കുതിർത്തു കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചറിയൂ. ഊർജം. ഇത് വെള്ളത്തിലിട്ട് കുതിർത്തു കഴിക്കുമ്പോൾ ശരീരത്തിന് ആവശ്യമായ ഊർജം എളുപ്പത്തിൽ ലഭ്യമാകും. ക്ഷീണം മാറാനുള്ള നല്ലൊരു വഴിയാണിത്. ശോധന. നല്ല ശോധനയ്ക്കുള്ള നല്ലൊരു വഴിയാണ് ഉണക്കമുന്തിരി വെള്ളത്തിലിട്ടു കഴിക്കുന്നത്. ഇതിലെ ഫൈബറുകൾ ശരീരത്തിൽ പെട്ടെന്ന് അലിഞ്ഞു ചേരാൻ സഹായിക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഇത് കുതിർക്കാതെ കഴിക്കുമ്പോൾ ചിലർക്കെങ്കിലും മലബന്ധം ഉണ്ടായേക്കും. അസിഡിറ്റി കുറയ്ക്കാനുള്ള നല്ലൊരു വഴിയാണ് ഉണക്കമുന്തിരി കുതിർത്തു കഴിക്കുന്നത്. കാൽസ്യം. ഇതിൽ നല്ല തോതിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. കുതിർത്തു കഴിക്കുമ്പോൾ ഇത് ശരീരം പെട്ടെന്ന് ആഗിരണം ചെയ്യും. ഇതുകൊണ്ടു തന്നെ എല്ലുകളുടെ ആരോഗ്യത്തിന് ഇത് ഏറെ നല്ലതാണ്. അനീമിയയ്ക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് ഇത് കുതിർത്തു കഴിക്കുന്നത്. ഇതിലെ അയൺ ശരീരം പെട്ടെന്ന് ആഗിരണം ചെയ്യുന്നു. ദഹന പ്രക്രിയ. ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കഴിക്കുമ്പോൾ ഇത് ദഹിക്കാൻ ഏറെ എളുപ്പമാണ്. മാത്രമല്ല ശരീരത്തിന്റെ ദഹന പ്രക്രിയ നല്ല രീതിയിൽ നടക്കാനും ഇത് സഹായിക്കും. ഇതിന്റെ ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിൽ എളുപ്പം അലിഞ്ഞു ചേരാൻ വെള്ളത്തിലിട്ട് കുതിർത്ത ഉണക്കമുന്തിരിയാണ് ഏറെ നല്ലത്. ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ തടയാൻ ഏറെ ഉത്തമം. ഇതിലെ ആർജിനൈൻ എന്ന അമിനോ ആസിഡ് ശരീരത്തിന് വേഗം ലഭ്യമാക്കാൻ കുതിർത്ത ഉണക്കമുന്തിരി നല്ലതാണ്. ഇത് നല്ല സെക്സിനും സഹായിക്കും. പാലിൽ കുങ്കുമപ്പൂവിനു പകരം ഉണക്കമുന്തിരിയിട്ട് തിളപ്പിച്ച് ചിലയിടങ്ങളിൽ വധൂവരന്മാർക്ക് നൽകുന്നതിന്റെ കാര്യം ഇതാണ്. ചുണ്ടുകൾക്ക് ചർമ്മത്തിനും ഇത് ഏറെ നല്ലതാണ്. ഉണക്കമുന്തിരിയിട്ട വെള്ളം കഴിക്കുന്നത് ചുണ്ടുകൾക്ക് നല്ല ചുവപ്പ് നൽകും. ശരീരത്തിൽ രക്തം കൂട്ടുന്നത് കൊണ്ടുതന്നെ ചർമ്മത്തിളക്കത്തിനും ചർമ്മാരോഗ്യത്തിനും മുടിവളർച്ചയ്ക്കുമെല്ലാം കുതിർത്ത ഉണക്കമുന്തിരി ഏറെ നല്ലതാണ്. ഉണക്കമുന്തിരി മാത്രമല്ല, ഇതിട്ട വെള്ളവും കുടിക്കാം. രാത്രിയിൽ ഇത് വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറെ ഗുണകരം. ഉണക്കമുന്തിരി കുതിർത്തു കഴിക്കുന്നതും ഇതിട്ട വെള്ളം കുടിക്കുന്നതും വായയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇതിലെ പോളിഫിനോളിക് പോളിന്യൂട്രിയന്റുകളാണ് ഇതിന് സഹായിക്കുന്നത്. രോഗകരമായ രീതിയിൽ ശരീരഭാരം കൂടാനുള്ള ഒരു വഴിയാണിത്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഇവർക്കിത് നല്ലൊരു ഹെൽത്ത് ടോണിക്കാണ്.